ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇനി ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റുള്ള റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ്. ഇത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. പിന്നെ ഇത് നമ്മളുടെ ചപ്പാത്തിക്കും അപ്പത്തിനും അതുമാതിരി പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഏറ്റവും ബെസ്റ്റ് ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾക്ക് വീഡിയോ കാണാം. ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മളുടെ സ്പൈസിനെസ്സിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതൊരു അര ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉപ്പിട്ട് അരച്ചെടുത്ത ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ചേർക്കേണ്ടത് സോയാ സോസാണ്. അതൊരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇത് ലൈറ്റ് സോയാ സോസാണ്. ഡാർക്ക് ആണെങ്കിൽ ഇത്രയൊന്നും ചേർക്കേണ്ട, 1/2 ടീസ്പൂൺ തന്നെ മതി. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ, ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തേക്കാണ്. അത് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു 600 ഗ്രാം ചിക്കനുണ്ട്. ഇപ്പോൾ ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. ഇനി ഈ കൂട്ടിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വിനാഗിരിയാണ്. അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ചൈനീസ് ഐറ്റംസിലൊക്കെ വിനാഗിരി നമ്മൾ ഇങ്ങനെ മാരിനേഷനിൽ ഉപയോഗിക്കാറുണ്ട്. ഇനി ഇത് നല്ലതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം ചിക്കനിൽ ആ മാരിനേഷൻ പിടിക്കാൻ 20 മിനിറ്റോളം വെക്കാം. അത് നിർബന്ധമില്ല, പക്ഷേ അത് കുറച്ച് സമയം വെച്ചാൽ നല്ലതുപോലെ ആ മാരിനേഷൻ പിടിച്ച് കിട്ടും. ഇപ്പോൾ ഇത് നല്ലപോലെ ടൈറ്റായിട്ട് വരുന്നുണ്ട്. അത് ശരിക്കും അതിലേക്കൊന്ന് കോട്ടാവാനായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ആ മാരിനേഷൻ ആ ചിക്കനിൽ പിടിപ്പിക്കുവാണ്. ഇനി നമുക്കിതൊരു 20 മിനിറ്റോളം ഞാൻ വെക്കുന്നുണ്ട്, നിർബന്ധമില്ല കേട്ടോ. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചിക്കൻ നമ്മൾക്ക് വറുത്തെടുക്കുക. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണയൊന്നും കൊടുക്കരുത്. വെളിച്ചെണ്ണയൊക്കെ എടുത്താൽ ചൈനീസ് ഐറ്റംസിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. എന്നിട്ട് ഇത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ ഇത് ഞാനൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ സൈഡും ഒരുപോലെ മൂത്ത് വരാനാണത്. പിന്നെ ഇത് ചിലർ ഒരു ഡാർക്ക് ബ്രൗൺ വരെ മുരിക്കും, ചിലർ ഈ ഒരു ബ്രൗൺ വരെയൊക്കെ മുരിക്കുള്ളൂ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സെറ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ഷെയ്ഡ് വരെയാണ് മൂപ്പിച്ചെടുത്തേക്കുന്നത്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ട് അടുത്ത സെറ്റ് കൂടി ഇട്ട് കൊടുത്ത് എല്ലാം വറുത്തെടുക്കുക. ഇതുപോലെ തന്നെ അങ്ങനെ വറുത്തെടുക്കാനായിട്ട് രണ്ടാമത്തെ സെറ്റ് ചിക്കനും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ ചിക്കനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ചിക്കൻ വറുത്ത എണ്ണ മിച്ചമുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. എൻ്റെ കയ്യിൽ അത് അധികമില്ല. ഇപ്പം ഞാനിതിലേക്ക് 1.5 കുടം വെളുത്തുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു 6 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതാണ്. പിന്നെ ഒരു 3 തണ്ടോളം സ്പ്രിംഗ് ഓണിയൻ ഗ്രീനും വൈറ്റും എടുത്തിട്ടുണ്ട്. അതും വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സാധാരണ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ അങ്ങനെ ഇട്ട് വഴട്ടാറില്ല. ഇത് പക്ഷേ ഗാർലിക് ചിക്കനിൽ അങ്ങനെ ഇട്ട് വഴട്ടിയാൽ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ തീ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക. ഏതൊരു ചൈനീസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം. പച്ചക്കറികളൊന്നും വെന്ത് പോരുത്. ഇപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് ചില്ലി പേസ്റ്റാണ്. സാധാരണ നമ്മൾ ഗാർലിക് ചിക്കനിന് ചില്ലി പേസ്റ്റ് ചേർക്കാറില്ല. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചില്ലി പേസ്റ്റാണ്. ഒരു 10-15 നമ്മളുടെ വറ്റൽമുളക് വിനാഗിരിയിലിട്ട് വിനാഗിരിയും വെള്ളവും കൂടി ചേർത്ത് വേവിച്ചിട്ട് അരച്ചെടുത്തേക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസാണ്. സോയാ സോസ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡാർക്ക് സോയാ സോസും ഉണ്ട്, ലൈറ്റ് സോയാ സോസും ഉണ്ട്. ഇത് ലൈറ്റ് സോയാ സോസ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു 5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. ഡാർക്ക് ആണെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി ചേർത്താൽ മതി. എന്നിട്ട് നല്ലതുപോലെ ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കണം. ഇതുവരെ നമ്മളിതിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് ലാസ്റ്റ് ചേർത്താൽ മതി, കാരണം സോസസിലൊക്കെ ഉപ്പുള്ളത് കൊണ്ടാണ്.
ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ്റെ പീസസാണ്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇത് വേണമെങ്കിൽ നമ്മൾക്ക് ബോണുള്ള പീസസും എടുക്കാം. പക്ഷേ എപ്പോഴും ചൈനീസ് ഐറ്റംസ് ഇതുപോലത്തെയൊക്കെ കറികൾ പോലത്തെ ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ബോൺലെസ് പീസാണ് ടേസ്റ്റ്. നല്ലതുപോലെ ഇത് ഇളക്കി മിക്സ് ചെയ്തെടുക്കുവാണ്. ഇപ്പോൾ ദാ നമ്മളുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ്, അതുകൊണ്ടാണ് ചേർത്തത്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. അതൊരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഇതാ ഇത് സാധാരണ നമ്മളുടെ ചൈനീസ് ഐറ്റംസൊക്കെ ഒരു റെഡിഷ് കളറാണ്. പക്ഷേ ഈ ഗാർലിക് ചിക്കൻ ഈ ഒരു കളർ വരുന്നത് കൂടുതലായിട്ട് നമ്മളിതിൽ സോയാ സോസ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് കുറച്ച് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം. ഈ ഇൻഗ്രീഡിയൻസും സോസും ഒക്കെ കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആവാനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരിക്കലും നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. പച്ചവെള്ളം ചേർത്താൽ ഇതിൻ്റെ ഒരു ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് തന്നെ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ വെള്ളത്തിൽ കലക്കിയത് ചേർക്കാം. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഹോട്ട് ആൻഡ് സ്പൈസി സോസാണ്. അത് ഓപ്ഷണലാണ്. അതൊരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി കുരുമുളക് പൊടി ഞാൻ ചേർക്കുകയാണ്. ഇതിന് എരിവ് കുറവാണ്. പിന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരു 1/2 ടീസ്പൂണോളം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ ഗാർലിക് ചിക്കൻ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. അടുത്തായിട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഗാർലിക് ചിക്കൻ റെഡിയായി. അപ്പോൾ ഇതാ റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമ്മൾക്ക് ഗാർലിക് ചിക്കൻ എളുപ്പത്തിൽ തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് കണ്ടില്ലേ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഇത് ഫ്രൈഡ് റൈസിനും പൊറോട്ടയ്ക്കും അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് കമൻറ്റ്സിൽ കൂടെ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന മാതിരി തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കരുത്. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്